ഹായ് ഗൈസ്, ഞാൻ രേണു. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇടാൻ ഇത്തിരി നേരം വൈകിപ്പോയി. കുറച്ച് തിരക്കുകളായിരുന്നു കേട്ടോ. ഇടയിൽ ഉണ്ണിക്കും ചെറുതായിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നേക്കുന്നതാണ്. അത് ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. കയറി ചെല്ലുമ്പോൾ തന്നെ നിറച്ച് പൂക്കളും പൂന്തോട്ടവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ജീവജാലങ്ങളുമാണ്. കിച്ചനാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ തൊടാൻ പറയുമ്പോൾ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതലും നമ്മുടെ ചിത്രശലഭവും തുമ്പിയൊക്കെയാണ്. പിന്നെ നമ്മുടെ തേനീച്ച തേൻ കുടിക്കുന്നു, തേള്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം പോലത്തെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല, പക്ഷേ കുറച്ച് നേരം അവിടെ നിന്ന് 2-3 വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ മുന്നോട്ട് തന്നെ നടന്നു. ഈ മുന്നോട്ട് നടക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനം വരുന്നത്. ഈ നയാഗര വാട്ടർഫോൾസിൻ്റെ മിനി സംഭവമാണ്. നല്ല ഇഷ്ടമായിട്ടോ കാണാൻ. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ ആ വെള്ളം വരുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കിച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമായി. ആൾ ഫസ്റ്റ് കണ്ടപ്പോൾ അമ്മേ ഇതെന്ത് വലിയ സാധനമാണെന്നുള്ള രീതിയിൽ ആൾ നോക്കി നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങോട്ട് നമുക്ക് കാല് നനയ്ക്കാം കേട്ടോ. അവരൊരു കമ്പി വെച്ചിട്ടുണ്ട്, അതുവരെ നമുക്ക് പോവാം, കാല് നനയ്ക്കാം. പക്ഷേ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ചെരുപ്പിടാൻ പാടില്ല. ഏട്ടനും കിച്ചനും അതറിയാത്ത കാരണം അവർ ചെരുപ്പിട്ട് ഫസ്റ്റ് കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെരുപ്പൂരി ഇട്ടിട്ടാണ് വന്നത്. കിച്ചുവിന് വെള്ളം ജീവനുള്ള കാര്യം ഭയങ്കര ജീവൻ എന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ്. അവന് വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അവനത് കണ്ടപ്പോൾ ഞങ്ങളെക്കാട്ടും കൂടുതൽ അവനെ ഹാപ്പിയാക്കാൻ പറ്റിയതിലാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമായത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് നടന്നു. പിന്നെ അവിടെ ഇങ്ങനെ കണ്ടോ നമ്മുടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലത്തെ സംഭവം. പിന്നെ അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ, പോപ്കോണും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ അപ്പുറത്തും ചെറിയ ഇത്രയ്ക്ക് വലുതല്ലെങ്കിലും ഒരു അത്യാവശ്യം വലുത് തന്നെ ഒരു വാട്ടർഫോൾ വേറെ ഉണ്ട് കേട്ടോ. അത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന പോലെ തന്നെ തോന്നും. കാരണം നമ്മൾ ആ ഭാഗത്തേക്ക് അങ്ങനെ കടക്കുമ്പോൾ തന്നെ നമുക്കൊരു മേത്ത് നല്ല മുഖത്തേക്കും എല്ലായിടത്തേക്കും ഇങ്ങനെ ചാറ്റലടിക്കുകയാണ്. നമ്മളൊരു വെള്ളച്ചാട്ടത്തിനടിയിൽ പോയി നിന്നാൽ അതിൻ്റെ ചാറ്റൽ എന്തായാലും നമ്മൾ മുഖത്തേക്ക് അടിക്കാറില്ല. അതേ സംഭവം, അതേ ഫീൽ തന്നെയായിരുന്നു നമ്മളവിടെ പോയി നിന്നിട്ടും. ഉണ്ണീൻ്റെ ആയാലും എൻ്റെ ആയാലും ഒക്കെ ഏട്ടൻ്റെ ആയാലും അതെ, ഞങ്ങളൊക്കെ മുഖത്തേക്കൊക്കെ നല്ലോണം ചാറ്റലടിക്കുന്നുണ്ട്. അതാണ് ഏട്ടൻ്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നതും എൻ്റെ മുഖത്തും മുടിയുമേ ഒക്കെ നല്ലോണം ചാറ്റലായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കിച്ചുവിന് ഇത് വലിയ താല്പര്യമായില്ല, കാരണം ആൾക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ സംഭവം വലിയ താല്പര്യമായില്ല. എന്നാലും നല്ല രസം തന്നെയായിരുന്നു. പിന്നെ അവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ കിച്ചുവിനെ അവിടെ പാട്ട് കേട്ടാലും ഒന്ന് ഡാൻസ് കളിക്കുന്നത് ആളുടെ മെയിനാണ്. പിന്നെ ഞങ്ങൾ നേരെ മുന്നോട്ട് നടന്നപ്പോൾ പിന്നെ വരുന്നത് കുറച്ച് എക്സിബിഷൻ പോലെ കുറച്ച് സ്റ്റാളുകളാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ കട്ടിൽ, കിടക്ക, അങ്ങനത്തെ കുറച്ച് മേശ, സോഫ, അളമാര, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒന്നും വേണ്ടാത്താനും നമ്മളത് മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ എന്തോ ബുക്ക്, പിന്നെ എന്തോ മസാജിങ്ങിൻ്റെ സംഭവം, അങ്ങനെ നമ്മുടെ എക്സിബിഷൻ പോലെ ചെറിയൊരു മിനി എക്സിബിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് നമ്മുടെ പരമാവധി ഒരു എക്സിബിഷൻ വരില്ല, അത്രയ്ക്ക് വലുതൊന്നുമല്ല കേട്ടോ, ചെറുത് ഒരു മിനി എക്സിബിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പെണ്ണുങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടു ഞാൻ, കമ്മൽ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജിമിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത്ര വലുതൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാത്ത കാരണം ഞാനത് മേടിച്ചില്ല കേട്ടോ. വെറുതെ മേടിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ചേട്ടൻ ചീത്ത വെക്കും, കാരണം ഞാൻ യൂസ് ചെയ്യത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ കിച്ചുവിന് എന്തെങ്കിലും കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു മുഖംമൂടി മേടിച്ചു കൊടുത്തു. ആൾക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇടണം. അപ്പോൾ ഞാൻ വെറുതെ അതിന് വള്ളിയുണ്ട്, അത് നമ്മൾ തന്നെ കെട്ടി കൊടുക്കണം പിന്നിൽ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ വെറുതെ അത് എടുത്തൊന്ന് കയ്യിൽ കൊടുത്തപ്പോൾ കുറച്ച് നേരം അത് കൈവച്ച് നടന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ മെയിൻ സാധനം, ഞങ്ങൾ ഏത് എക്സിബിഷന് പോയാലും പെട്ടെന്ന് കറങ്ങി തിരിഞ്ഞാൽ ഇതിൻ്റെ മുമ്പിൽ എന്തായാലും ഒന്ന് സ്റ്റെക്കാവും. എന്നിട്ട് മേടിച്ചില്ലെങ്കിലും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട് ഞങ്ങൾ പോകാറില്ല. പക്ഷെ ഞങ്ങൾ മേടിച്ചു കേട്ടോ, ഒരു മാങ്ങ അച്ചാർ മേടിച്ചു. ഇതിപ്പോൾ ഇത് ഈ ഏട്ടൻ കാണിക്കുന്നതുകൊണ്ടോ, ഇത് ബ്ലൂബെറി അച്ചാറാണെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഒരു പുളിഞ്ചി മിഠായി നമ്മൾ പണ്ട് കാലത്തൊക്കെ കഴിച്ചോർന്ന, ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ കഴിച്ചോർന്ന ഒരു പുളിഞ്ചി മിഠായി ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അച്ചാറിൻ്റെ ഒരു എരിവോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഇവിടെ നമ്മൾ കൈപ്പക്കര കണ്ടു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തില്ല, ഞാൻ ഏട്ടന് കാണിച്ചു കൊടുത്തു, പക്ഷേ ഞാൻ ട്രൈ ചെയ്തില്ല. ഏട്ടനാണ് ട്രൈ ചെയ്ത്, വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഏട്ടൻ വലിയ കയ്പൊന്നും അധികം അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ മാങ്ങാച്ചാറാണ്, ഈ കാണാൻ റെഡ് കണ്ടോ, ആ മാങ്ങാച്ചാറാണ് ഞങ്ങൾ മേടിച്ചത്.
കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ തന്നെ കഴിക്കുന്നുള്ളൂ. എന്തോ പിന്നെ ഇവരുടേത് ഒന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഉപ്പ് കൂടുതലായിരിക്കും. അവരുടെ മെയിൻ അച്ചാർ എന്തച്ചാറിലായാലും ഉപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അച്ഛനമ്മ അങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ കിച്ചുവിനെ വെച്ചാലും അച്ചാർ ഫാനാണ്. അപ്പോൾ ആൾക്കും അച്ചാറുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതായത് പിന്നെയുള്ള കട എന്ന് വെച്ചാൽ ഈ മിഠായി കടയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് അവിടെ ഒരു അച്ചാച്ചൻ നമ്മളെ ചുട്ട കശുവണ്ടി ഇരുന്ന് തല്ലി പൊട്ടിക്കുന്നു. അപ്പോൾ ഞാനാണെച്ചാൽ അത് നോക്കി ഇങ്ങനെ മുന്നോട്ട് നടന്നു. പിന്നെ പിന്നോട്ട് നോക്കിയപ്പോഴാണ് അച്ഛനും മോനും അത് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കണത് കണ്ടത്. പിന്നെയും കുറച്ച് സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനെത്തി. ഇവിടെ പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ അതേപോലെ മറ്റേ കോളിഫ്ലവർ ബജികളുണ്ട്, കായ ബജി, മുളക് ബജി, അങ്ങനത്തെ ബജികൾ. പിന്നെ ഇപ്പുറത്തൊരു സംഭവം കണ്ടു, അതിൻ്റെ പേരെനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പുറത്തെ ബണ്ണിൻ്റെ സംഭവം കണ്ടില്ലേ, അതിൻ്റെ പേരെനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഞങ്ങളൊരു കോളിഫ്ലവർ വറുത്ത് മേടിച്ചു. പിന്നെ കിച്ചുവിന് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവനൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം അതവിടെ ഇരുന്ന് കഴിക്കലൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കേട്ടോ അത് കഴിയുന്നവരെ. കിച്ചു ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളും കഴിച്ചിട്ടുമില്ല കേട്ടോ. ഐസ്ക്രീം പകുതി കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് തന്നെ തന്നു. പിന്നെ അവിടെ വേറെ ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മൾ നെയ്ച്ചോറ്, ചിക്കൻ കറി, ബിരിയാണി, ബീഫ് റോസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഞങ്ങളതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ഗെയിമുകളാണ് കണ്ടത്. അതിൽ ഒരു ഗെയിം ഏട്ടൻ കളിച്ചു. ഏട്ടൻ ഇപ്പോൾ പറയുന്നത് 3 ഞാനിടാം 3 നീ ഇട്ടോ എന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാ ഏട്ടൻ തന്നെ ഇട്ടോ, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നു. സംഭവം നമുക്കൊന്നും കിട്ടിയില്ല. അതിൽ നമുക്ക് വിഷമമില്ല കേട്ടോ. കാരണം നമ്മൾ ഇനിയും ഇത് ഇങ്ങോട്ട് വരും. ഓണം കഴിയുന്നവരെ നമ്മൾ ദിവസം വരും എന്നല്ല പറഞ്ഞത്, എന്നാലും നമ്മൾ ഓണത്തിൻ്റെ അന്നൊക്കെ ഇങ്ങോട്ട് വരും. എൻ്റെ ചേച്ചിമാരേനെയും അമ്മേനും അച്ഛനെയും ഇപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയായാലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ വരുമ്പോൾ പിന്നെ വീണ്ടും കളിക്കാമല്ലോ, നമുക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി. നമ്മളായാലും ഈ യന്ത്രങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും കയറാനും നിന്നില്ല കേട്ടോ. എല്ലാവരും കൂടി വരുമ്പോൾ കയറാമെന്ന് വെച്ചു. ഇപ്പോൾ നമുക്ക് കിച്ചുവിനെ വെച്ച് എന്തായാലും ഇതിലൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ കയറാമെന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നേ നമ്മൾ ഇനി വേറെ എവിടേക്കും പോകാനൊന്നുമില്ല. ഇപ്പോൾ തന്നെ 10 മണി സമയത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്കാണ് ഇനി നേരെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഇടാനൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.